ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ട്യൂസ്ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ PPTs ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എന്താ പറയുക, അത്രയും ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഈ ഒരു കുറച്ച് എന്താ പറയുക ഫിസിക്സ് കയറി വരുന്ന ഒരു ചാപ്റ്ററൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബയോമെക്കാനിക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ പരമാവധി അതിനകത്തേക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആനിമേഷൻസും അതേപോലെ ടൂത്തിൻ്റെ മൂവ്മെൻറ്റ്സും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. മീൻസ് ഇടയിൽ ഒത്തിരി ഒരു ടൈം ലാഗ് വരുന്നത്. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെയ്യാൻ പറ്റാണ്ടൊക്കെ വരുമ്പോൾ ലാവരുത്. പക്ഷെ എന്തായാലും നമ്മൾ പരമാവധി ക്ലാസ്സസ് തീർക്കും. ഇപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പേടിക്കാണ്ടിരുന്നാൽ മാത്രം പോരാ, പഠിക്കാൻ വേണം ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബയോമെക്കാനിക്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് പല്ലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും, അല്ലെങ്കിൽ പല്ലിന് ചുറ്റൂർ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതും, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പ്യുവറായിട്ട് മെക്കാനിക്സ് ആണ് നോക്കുന്നത് കേട്ടോ. പ്യുവറായിട്ട് മെക്കാനിക്സ് ആണ് നോക്കുന്നത്. അതായത് ഫോഴ്സ് എന്താണ്, പ്രഷർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഹെൽപ്ഫുള്ളാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ ടുഡേ വി ആർ ഗോയിങ് വിത്ത് മെക്കാനിക്സ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്. ഓക്കെ, സോ let's see what the mechanics have to tell to us. Okay, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ ഒരു ലോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു 3 ലോസ് തന്നെ ഉണ്ട് അല്ലേ. അതിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ ഫോഴ്സ് ഇംപ്രസ്ഡ് ഓൺ ഇറ്റ്. ശരിയല്ലേ? നമുക്ക് അറിയാം, ഒരു സാധനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു മോഷനിലേക്ക് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ തോന്നും. അൺലെസ് എക്സ്റ്റേണലായിട്ട് ഒരു സാധനം വന്നിട്ട് അതിനെ ഒന്ന് തള്ളുക, അല്ലെങ്കിൽ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പാത്ത് ഓഫ് മോഷനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. സോ മെക്കാനിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, സോ എ പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ബയോമെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് to the orthodontic mechanotherapy helps in increasing the treatment efficiency and also helps in reducing the treatment time. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റണം ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ആ ഒരു ബയോമെക്കാനിക്സ്, ആ ഒരു മെക്കാനിക്കൽ ആസ്പെക്ട്സ് കറക്റ്റായിട്ട് തലയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓർത്തഡോണ്ടിക്കലി ഒരു പല്ലിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ബേസിക് ആയിട്ട് നമ്മളൊരു സാധനത്തിന് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു അപ്ലൈ ഫോഴ്സ്, right? So basic thing is basic of everything here in ortho is the force. You have to push something, you have to pull something, you have to apply force, right? You want to pull something, you want to push something, you have to apply force, and the medium that is applying force is called as the appliances there. Okay, so let's see some of the terminologies. എനിക്കറിയാം, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ടെർമിനോളജീസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു ടെർമിനോളജീസൊക്കെയും എല്ലാവർക്കും എന്താ പറയുക, ബൈഹാർട്ട് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബൈഹാർട്ട് ആക്കുന്നതിനേക്കാളും നമുക്ക് ഈ ഒരു ടെർമിനോളജീസ് വേണ്ടത് ഇതിനൊക്കെയും എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഫോഴ്സ് ഈസ്. സോ ഫോഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ ആക്ട് അപ്പോൺ എ ബോഡി that changes or tend to change the state of rest or uniform motion of that particular body. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഒരു യൂണിഫോം മോഷനെയോ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? സി ദ ഫോഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ ആക്ട് അപ്പോൺ എ ബോഡി ദാറ്റ് ചേഞ്ചസ് ഓർ ടെൻഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബോഡി. So that is force is equal to mass into acceleration. So in clinical orthodontics, everywhere we use the force unit as grams. Okay, നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രാമിൻ്റെ ബേസിക്കിലാണ്. നമുക്ക് 2 കിലോ ഫോഴ്സ് 3 കിലോ ഫോഴ്സ് എന്നൊക്കെയും പറയാം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഗ്രാമിൻ്റെ കണക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് അതാണ്. So force has a vector and hence it is defined. Has a definite magnitude and specific direction. ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ
അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയറക്ഷനും ഉണ്ട്. ഉദാഹരണത്തിന് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, സെയിം ഇത് തന്നെ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് ഉണ്ട്, കുത്തനെ ഒരു ഫോഴ്സ് പോകുന്നുണ്ട്, സൈഡിലേക്ക് ഒരു ഫോഴ്സ് പോകുന്നുണ്ട് എങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഡയറക്ഷൻ്റെ ഒരു ഡയഗണലി ആയിരിക്കും. ഇതിനെയാണ് നമ്മളൊരു പാരലലോഗ്രാം തിയറി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു ഡയഗണൽ ആയിട്ടായിരിക്കും പോകുന്നത് അല്ലേ. നമ്മൾ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും കുത്തനെ മുകളിലേക്ക് F1 ആയിട്ടുള്ളൊരു ഫോഴ്സും അതേപോലെ F2 ലൈനിലേക്ക് ഒരു ഫോഴ്സും പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും സംശയം ഉണ്ടാവുന്നത് എന്താ സംഭവം എന്നുള്ളത്. പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഒരു ഉദാഹരണത്തിൽ കൂടെ നമുക്ക് കാര്യം മനസ്സിലാവും. സോ ഈ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സൈഡിൽ രണ്ട് ഹില്ലുണ്ട്, ഹില്ലോ അല്ലെങ്കിൽ എന്താ പറയുക, രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, നടുവിലൊരു പോണ്ടും ഉണ്ട്, ഒരു കുളമുണ്ട്, രണ്ട് സൈഡിൽ കരയുണ്ട്. ഓക്കെ, ഈ കരയുടെ മുകളിൽ രണ്ട് ആൾക്കാർ നിൽക്കുന്നു, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. രണ്ട് സൈഡിൽ, കരയുടെ രണ്ട് സൈഡിൽ നിൽക്കുന്നു, നടുവിൽ കുളമാണ്. ഇവർ ഈ കുളത്തിനകത്തേക്ക് ഒരു ബക്കറ്റിനെ ഇതുപോലെ ബക്കറ്റ് ഇട്ട് അതിനകത്ത് നിന്ന് വെള്ളം കോരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ്, മിസ്റ്റർ എ ഈസ് പുള്ളിങ് ദ സ്ട്രിങ് ടുവേർഡ്സ് ഹിം. സെയിം വേ മിസ്റ്റർ ബി ഈസ് പുള്ളിങ് ദ സ്ട്രിങ് ടുവേർഡ്സ് ഹിം. മിസ്റ്റർ ബിൻ്റെ നേരത്തേക്കാണ് വലിക്കുന്നത്, മിസ്റ്റർ എൻ്റെ നേരേക്കാണ് വലിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ആ ഒരു ബക്കറ്റ് മൂവ് ചെയ്യുക? അതാണ് ചോദ്യം. മിസ്റ്റർ എന്റെ നേരേക്ക് വലിക്കുന്നു, മിസ്റ്റർ ബിന്റെ നേരേക്ക് വലിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ബക്കറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? മിസ്റ്റർ എന്റെ അടുത്തേക്കാണോ അതോ മിസ്റ്റർ ബിന്റെ അടുത്തേക്കാണോ പോവുക? സോ ദ ഡയറക്ഷൻ ടു വിച്ച് ദാറ്റ് പർട്ടിക്കുലർ ബക്കറ്റ് മൂവ്സ് വിൽ ബി അപ്വേർഡ്. ശരിയല്ലേ? ആ ഒരു ബക്കറ്റ് പോവുക എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് ആയിരിക്കും പോകേണ്ടത്. റൈറ്റ്? സോ ദാറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ് ഫോഴ്സ് വെക്റ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ ഫോഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഒരു സ്ലൈഡ് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു F1 എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എന്റെ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സും മിസ്റ്റർ ബിന്റെ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സും വരുന്നുണ്ടെങ്കിൽ ദി ഡയറക്ഷൻ അറ്റ് വിച്ച് ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജക്ട് മൂവ്സ്, ദ ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ് ഫോഴ്സ് വെക്റ്റർ. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ ഫോഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇതേപോലെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു, ബക്കറ്റ് മൂവ് ചെയ്യുക എന്ന് പറയുന്നത് നേരെ മുകളിലേക്ക് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദി ഫോഴ്സ് vector. So clinically the determination of the horizontal, vertical and transverse component of a force improves the understanding of the direction of the tooth movement. നമ്മുടെ വായിക്കകത്തും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ വെറുതെ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ വെറുതെ ഒരു ഹോളിസ് അപ്ലയൻസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ഫോഴ്സ് പോകുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ഫോഴ്സ് ചെല്ലുന്നത്, ഏതൊക്കെ ടൈപ്പിലാണ് നമ്മുടെ ടൂത്ത് മൂവ്മെൻറ്റ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവണം, വേണ്ടേ? അപ്പോൾ ക്ലിനിക്കലി ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ്. നമുക്ക് 3 പ്ലെയിനാണ് പല്ലിനുള്ളത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, വെർട്ടിക്കലി ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഹൊറിസോണ്ടലി ഒരു ട്രാൻസ്വേഴ്സ് പ്ലെയിനിൽ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 പാടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് നെറ്റ് എഫക്റ്റിനകത്ത് ഒരു ഫോഴ്സ് വെക്ടർ എന്തായാലും ഉണ്ടാവും. ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ പല്ല് മൂവ് ചെയ്യും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു ആർ തിങ്കിങ് ഓഫ് orthodontics. So an important point of view is that force for orthodontic tooth movement is not applied on the center of rotation of the tooth. It is usually delivered through the tooth crown. കറക്റ്റായിട്ട് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ കൂടെയോ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ കൂടെ അല്ല നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് പല്ലിൻ്റെ ക്രൗണിലാണ്. അപ്പോൾ എന്താണ് ഈ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്നുള്ളതും എന്താണ് ഈ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള 2 വാക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം. സോ ഡോണ്ട് വറി, അടുത്ത സ്ലൈഡ്സിനകത്ത് അത് മനസ്സിലാവും. എന്തായാലും ഇത്രയും മാത്രം ആലോചിച്ച് വയ്ക്കുക, നമ്മൾ കറക്റ്റ് സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ കൂടെ അല്ല ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ക്രൗണിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പല്ല് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് തിങ്, അപ്പോൾ ആ ഒരു സെൻറ്റർ ഓഫ് റൊട്ടേഷനും റെസിസ്റ്റൻസും നമ്മൾ സൈഡിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ടെർമിനോളജി, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും എന്ന് കേട്ടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലോകം മൊത്തം ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലാണുള്ളത്. അത് കാരണം കൊണ്ട് കുറേ സ്ട്രെയിനും സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു എന്താ പറയുക സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് അല്ലേ? അത് അപ്പോൾ സ്ട്രെസ് ഈസ് ദി ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ, വൈൽ സ്ട്രെയിൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഇന്റേണൽ ഡിസ്റ്റോർഷൻ പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം കൊണ്ട് അതിൻ്റെ ഇന്റേണലി എന്തെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നുണ്ടോ അതിനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചുമരുണ്ട് എന്ന് വിചാരിക്കാം, ഒരു ബ്രിക്ക് വാൾ ഉണ്ട്.
ബ്രിക്ക് വാളിൻ്റെ സൈഡിലേക്ക് നമ്മളൊരു അലമാര ഇതുപോലെ പുഷ് ചെയ്ത് കൊണ്ടുപോയി. അലമാര പുഷ് ചെയ്ത് കൊണ്ടുപോയി ആ ബ്രിക്ക് വാളിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സും സ്ട്രെയിനും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പോയിന്റ് വരെ ഈ ഒരു അലമാര അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കും അല്ലേ. ആ ഒരു വിത്ത്സ്റ്റാൻഡിങ് ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെയും നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോഴ്സ് നമ്മൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു അലമാരനെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. വൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു ബ്ലാക്ക് സർക്കിൾ കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഇന്റേണൽ ഡിസ്റ്റോഷൻ സംഭവിക്കും. ആ ഒരു ഭാഗത്ത് ചെറിയ തോതിലുള്ള ഇന്റേണൽ ഡിസ്റ്റോഷൻ സംഭവിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? സോ സ്ട്രെസ് ഈസ് അപ്ലൈഡ് force applied per unit area, while strain can be defined as the internal distortion per unit area. So force applied per unit area is സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഇന്റേണൽ ഡിസ്റ്റോഷൻ ആണ് നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ ഇന്റർ റിലേറ്റഡ് ടേംസ് ആസ് സ്ട്രെസ് ഈസ് എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് അപ്പോൺ എ ബോഡി വൈൽ സ്ട്രെയിൻ ഈസ് എ റിസൾട്ടന്റ് ഓഫ് സ്ട്രെസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണെന്നുള്ളതും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം കൊണ്ട് ഇന്റേണലി ആ ബോഡിക്കകത്ത് എന്തെങ്കിലുമൊക്കെ റിസൾട്ടന്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ട്രെയിൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ചേഞ്ച് ഇൻ ഐദർ ദി എക്സ്റ്റേണൽ ഡയമെൻഷൻ ഓർ ഇന്റേണൽ എനർജി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബോഡി. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഒരു എക്സ്റ്റേണലി നമ്മൾ അലമാരനെ വല്ലാണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചെളുങ്ങും അല്ലേ, ചെറുതായിട്ട് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറില്ലേ. അപ്പോൾ അത് എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റും. ഇനി എക്സ്റ്റേണലി കാണാൻ പറ്റാണ്ട് ഇന്റേണലി എന്തെങ്കിലും അതിൻ്റെ മോളിക്കുലർ ലെവലിൽ വല്ല ചേഞ്ചസും ഉണ്ടാവാം. സോ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. സോ ഇറ്റ് ക്യാൻ ബി either expressed in the form of either an external dimension or internal energy of that particular body. Next one is couple. ഈ കപ്പിൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനപ്പോൾ ഓർത്തഡോക്സിനകത്ത് ഒരു കപ്പിൾ എന്നുള്ളത് അല്ലേ. ചളിയടിക്കാൻ ഞാൻ ബെസ്റ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കപ്പിളല്ല ഈ കപ്പിൾ കേട്ടോ. അതായത് ഈ പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ട് ആണും മീൻസ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കൂടെ പോയിരിക്കുന്ന കപ്പിളില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ആ കപ്പിളല്ല. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ടു പാരലൽ ഫോഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് വിത്ത് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർത്തഡോണ്ടിക്സിനകത്തുള്ള കപ്പിൾ എന്ന് പറയുന്നത്. സോ കപ്പിൾ റിസൾട്ട് ഇൻ പ്യുവർ റൊട്ടേഷൻ മൂവ്മെൻറ്റ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ വീണ്ടും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇവിടെ വച്ചിട്ടുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ കൂടെ ചുറ്റിക്കറങ്ങുന്ന ഒരു തരത്തിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കിയേക്കാം. രണ്ട് പാരലൽ ഫോഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആക്ടിങ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ലൈൻ ഓഫ് ആക്ഷൻ. നമ്മൾ ഫെവിക്കോളിൻ്റെ പരസ്യം എടുക്കുക. ഫെവിക്കോളിൻ്റെ ലോഗോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ആന ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് കാണാം അല്ലേ, രണ്ട് ആന രണ്ട് സൈഡിലേക്ക് പിടിച്ച് വലിക്കുന്നത് കാണാം. പക്ഷേ ആ ഒരു സാധനം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, രണ്ട് ആന രണ്ട് സൈഡിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ സാധനം കടന്നിട്ട് ഇതിനൊന്നും സംഭവിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ലൈനാണ് അതിന് ഇമ്പോർട്ടൻറ്റ്. ടു ലൈൻ ഓഫ് ആക്ഷൻ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്, പക്ഷേ ലൈൻ ഓഫ് ആക്ഷൻ ഈസ് ദി സെയിം. ഒരേ സ്ഥലത്ത് നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരേ ലൈനിൽ കൂടെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് വേണം ഇതുപോലെ. ഓക്കെ, സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ആ കാണുന്ന നീല കളറിലുള്ള നടുക്കും ഭാഗത്തുള്ള ആ ഒരു ലൈറ്റ് ബ്ലൂവിലൊരു ഡോട്ട് കാണാനല്ലേ, അതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തായിട്ട് രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആണ്, ഈക്വൽ ആണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസി എന്തായിരിക്കും, വട്ടം കറങ്ങുക എന്നുള്ളതാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെൻഡൻസി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വട്ടം കറങ്ങാൻ തുടങ്ങും അല്ലേ. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കപ്പിൾ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബൈ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ദം അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, കപ്പിളിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേന. ഓക്കെ, ഈ ഒരു പേന. അപ്പോൾ ഈ ഒരു പേനനെ നമ്മൾ കറക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടേബിളിൻ്റെ മുകളിലിട്ട് പേന ഇങ്ങനെ കറക്കില്ലേ, അങ്ങനെ കറക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ടും ടും പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഫിംഗർ വെച്ചിട്ടല്ല നമ്മൾ കറക്കാൻ നോക്കുമ്പോൾ നമ്മൾ രണ്ട് ഫിംഗർ യൂസ് ചെയ്യും. രണ്ട് ഫിംഗർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് നടക്കുമ്പോൾ അത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയല്ല ചെയ്യാറ്. നമ്മൾ എന്താ ചെയ്യാറ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വിരലപ്പുറത്തേക്കും സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു വിരലിട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക ചെയ്യാറ് അല്ലേ. അതാണ് പറയുന്നത്, രണ്ട് ലൈൻ ഓഫ് ഫോഴ്സ് ഉണ്ടാവും, ഈക്വൽ ആയിരിക്കും ഫോഴ്സ് വരുന്നത്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
അടുത്തത് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ്. So this is the point through which an applied force must pass for a free object to move linearly without any rotation. That is the center of mass and object or the balance point. അതായത് ഒരു വലിയൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ബാലൻസ് നമ്മൾ ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ചെറിയൊരു ഒരു വലിയൊരു ബോക്സ്, ചെറുതല്ല കുറച്ച് ഇത്ര പോകുന്നൊരു ബോക്സ് ഒക്കെ നമ്മൾ എടുക്കണം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കാറില്ല. സൈഡ് വെച്ച് പൊന്തിച്ചെടുത്താൽ എന്ത് ചെയ്യും, ബോക്സ് ഇങ്ങനെ തൂങ്ങും, ശരിയല്ലേ. നമ്മളൊരിക്കലും ഒരു ബോക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ നോക്കാറ്. വെയിറ്റ് ഇല്ലാത്ത സാധനമാണെങ്കിൽ ഓക്കെ, പക്ഷെ അത്യാവശ്യം വെയിറ്റുള്ളൊരു സാധനമാണ് നമ്മളിങ്ങനെ പൊന്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ചെയ്യും, റൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ സൈഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് സൈഡ് കൂടെ, കാരണം അതിൻ്റെ ആ ഒരു വെയിറ്റിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മളൊരു ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരിക. സോ ഹവർ ടീത്ത്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഫ്രീ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. പക്ഷേ പല്ലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. Teeth cannot move in free manner in the jaws. They are restricted by investing tissues around their roots. In such situations, a point analogous to the center of gravity is made use. ഓക്കെ, എന്താണെന്നുള്ള അടുത്ത സ്ലൈഡിനകത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നേരത്തെ ആശാനെ തന്നെ ഞാൻ കൊണ്ടുവന്നു നമ്മുടെ പേന. അപ്പോൾ ഈ ഒരു പേന ഈ ഒരു പിക്ചറിനകത്ത് കാണുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഉന്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇറ്റ് ഈസ് നോട്ട് ഗോൺ മൂവ് യൂണിഫോംലി. ഇപ്പോൾ ഈ ഒരു ഇതാണ് പേന എന്ന് വിചാരിച്ചോളൂ, ഇതാണ് പേന. ഞാനിപ്പോൾ അതേ ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് ഉന്തി, ഇവിടെ വെച്ച് ഞാൻ അതിനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് ഇങ്ങനെ പോകില്ല. ഇതെന്തേ ചെയ്യുള്ളൂ, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, റൈറ്റ്. നമ്മളിപ്പോൾ ഇതൊരു പേനയാണ്, ഇപ്പോൾ ഈ പിക്ചറിനകത്ത് കാണുന്ന പോലെ തന്നെ ഞാനിത് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ പുഷ് ചെയ്തു. ഇവിടെ പുഷ് ചെയ്യുന്ന സമയത്ത് എന്തേ ചെയ്യുള്ളൂ, ദിസ് ഒബ്ജക്ട്, ദിസ് പർട്ടിക്കുലർ പെൻ ഈസ് നോട്ട് ഗോയിങ് ടു മൂവ് ലൈക്ക് ദിസ്. ഇങ്ങനെ മൂവ് ചെയ്യില്ല. എന്തേ ചെയ്യുള്ളൂ, ഇറ്റ് വിൽ റൊട്ടേറ്റ്, ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു റൊട്ടേറ്റ്, റൈറ്റ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ അടിഭാഗത്താണെന്നുണ്ടെങ്കിലും സെയിം. നമ്മൾ ഇനി അതിൻ്റെ സെൻറ്ററിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ പോലും അത് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇഫ് യു വോണ്ട് ദാറ്റ് ഒബ്ജക്റ്റ് ടു മൂവ് യൂണിഫോംലി വിത്തൗട്ട് എനി ടിൽറ്റ് ഓർ വിത്തൗട്ട് എനി റൊട്ടേഷൻ, യു ഹാവ് ടു put the finger or you have to pass the pressure or force exactly in the middle of that. ആ മിഡിലിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ മിഡിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സാധനത്തിന് കറക്റ്റ് മിഡിലായിരിക്കും വരിക. പക്ഷേ വെയിറ്റ് ഉള്ളൊരു സാധനത്തിനാണെങ്കിൽ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ളൊരു പോയിന്റിലേക്കായിരിക്കും അതിന് വരിക, ശരിയല്ലേ. വെയിറ്റ് ഉള്ള സാധനത്തിനാണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ടായിരിക്കും വരിക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് തന്നെ നോക്കാം, ഇതിനകത്ത് ഇവിടെ ബൾക്ക് കുറവാണ്, ഇവിടെ ബൾക്ക് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീഴുള്ളൂ. ഇഫ് ഐ ഹാവ് ടു ബാലൻസ് ആൻഡ് ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ലിറ്റിൽ ബിറ്റ് മോർ ഇൻ ദ വെയിറ്റ് സൈഡ്. ഏത് ഭാഗത്തേക്കാണോ വെയിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്കായിരിക്കും വരിക. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ടൂത്ത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദാറ്റ് പോയിന്റ് ഓൺ ദ ടൂത്ത് വെൻ എ സിംഗിൾ ഫോഴ്സ് ഈസ് പാസ്ഡ് it would bring about its translation along the line of force. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്നിച്ച് മൂവ് ചെയ്യുക, ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടിപ്പിംഗ് എന്നാണ് പറയുക കേട്ടോ. ഇങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റ് നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ടിപ്പിംഗ് എന്നാണ് പറയുക. അതല്ല, ഈ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് ഇതുപോലെ മൂവ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയും. ഒബ്ജക്റ്റ് ബോഡിലി മൂവ്മെൻറ്റ്, ഫുൾ ബോഡി ഒരേപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് പറയുക. അല്ലാണ്ട് ഇങ്ങനെ ചെരിയാൻ തുടങ്ങിയാൽ നമ്മളതിനെ ടിപ്പിംഗ് എന്നാണ് പറയുക. നോക്കാം, ഇതാണ് നമ്മുടെ പല്ല്. ഇതെവിടെയാണ് പല്ലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല്ലിന് വേരുണ്ട്. അപ്പോൾ വേരിന് ചുറ്റുമാണ് എന്തുള്ളത്, ആൽവിലാർ ബോൺ ഉള്ളത്. അപ്പോൾ ഈ ആൽവിലാർ ബോൺ എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു മൊത്തം ടൂത്തിൻ്റെ അടിഭാഗത്ത് ആൽവിലാർ ബോൺ ഉള്ളത് കാരണം കൊണ്ട് ഈ ഒരു ആൽവിലാർ ബോണിൻ്റെ ഹൈറ്റിൻ്റെ ആ ഒരു സെർവൈക്കൽ മാർജിനിൽ നിന്ന് ഒരു എന്താ പറയുക സെർവൈക്കൽ മാർജിനിൽ നിന്ന് അപ്പൈക്കൽ മാർജിനിലേക്ക് 1/3 നമ്മുടെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരിക. അത് ഓരോ ആൾക്കാർ സയൻറ്റിസ്റ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പല്ലിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് ക്രൗണിൽ കൊടുത്തു കഴിഞ്ഞാൽ പല്ല് ഇതേ ഇങ്ങനെ ശരിയുള്ളൂ. നമ്മളൊരു ഫോഴ്സ് ക്രൗണിൽ കൊടുത്തു കഴിഞ്ഞാൽ ടൂത്ത് വോണ്ട് മൂവ്, ഇറ്റ് വിൽ ഓൺലി ടിൽറ്റ്, റൈറ്റ്. ഇൻസ്റ്റെഡ് if you are giving a force that is passing through the center of resistance, tooth will move like this, and this kind of movement is called as translation. മനസ്സിലായില്ലേ? നമ്മൾ ക്രൗണിലേക്കാണ് ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല്ല് ചെരിയേ ഉള്ളൂ. ഇൻസ്റ്റെഡ് നമ്മൾ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ കൂടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പല്ല് മൊത്തത്തിൽ മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ജനറലി ദി സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ടൂത്ത്
ഈസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും നോർമലായിട്ട് ഉണ്ടാവുക. പക്ഷേ വാരി ചെയ്യും. കാരണം നമ്മുടെ ടൂത്തിൻ്റെ റൂട്ട് 3 റൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ മാറും, നീളത്തിനനുസരിച്ചിട്ട് മാറും, ടൂത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് മാറും, അതേപോലെ ആൽവിയലർ ബോണിൻ്റെ ഹൈറ്റിനകത്തൊക്കെ മാറും കേട്ടോ. സോ ഇൻ എ സിംഗിൾ റൂട്ടഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദി 1/3 and 1/2 ഓഫ് ദി റൂട്ട് അപ്പൈക്കൽ ടു ദി ആൽവിയലർ ക്രസ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ while a multi-rooted tooth the center of resistance lies between the roots 1 to 2 mm apical to the ഫർക്കഷനേക്കാളും 1 or 2 mm താഴെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ വേണം മൾട്ടി റൂട്ടഡ് ടൂത്തിന് ഫോഴ്സ് ചെല്ലാൻ. സിംഗിൾ റൂട്ടഡ് ടൂത്ത് ആണെന്നുണ്ടെങ്കിൽ അപ്പൈക്കൽ ടു ദി 1/3 കൊണ്ട് കിടക്കണത് ആൽവിയലർ ക്രസ്റ്റിൻ്റെ. ഓക്കെ, സോ ഇറ്റ് എക്സിസ്റ്റ് ഫോർ സിംഗിൾ ടൂത്ത്, യൂണിറ്റ്സ് ഓഫ് ടൂത്ത്, എൻറ്റയർ ഡെൻ്റൽ ആർച്ച്, എൻറ്റയർ ഡെൻ്റൽ ജോ. അതായത് സിംഗിൾ ടൂത്ത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് പല്ലിന് നോക്കിയാൽ മതി. പക്ഷെ നമ്മളൊരു ആൻറ്റീരിയർ കനൈൻ ടു കനൈൻ മൊത്തം മൂവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് ആ മൊത്തം പല്ലിൻ്റെയും ഒരു ഭാഗത്തായിരിക്കും. ഇനി നമ്മൾ മൊത്തം ഡെൻ്റൽ ആർച്ചിനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഭാഗത്തായിരിക്കും. മൊത്തം ജോനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെയും ഒരു ഭാഗത്തായിരിക്കും. ഒക്കെ വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും. ഓക്കെ, അപ്പോൾ സിംഗിൾ ടൂത്തിനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആൽവിയലർ ക്രസ്റ്റിൻ്റെ 2 to 1/3 വന്നിട്ടുണ്ടാവുക. നമ്മളൊരു യൂണിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് ഫ്രം ദിസ് കനൈൻ ടു ദിസ് സൈഡ് ഓഫ് കനൈൻ ആൻഡ് ഇഫ് യു ആർ എക്സ്ട്രാക്റ്റഡ് പ്രീമോളാർ ആൻഡ് യു ആർ ഗിവിംഗ് എ പ്രഷർ ഫോർ ദിസ് കനൈൻ ആൻഡ് കനൈൻ ഫ്രം കനൈൻ ടു കനൈൻ, അതായത് 1-3, 1-2, 1-1, 2-1, 2-2, 2-3 ഈ 6 പല്ലിനെ നമ്മൾ ഒറ്റയടിക്ക് എക്സ്ട്രാക്ഷൻ സ്പേസിലേക്ക് ക്ലോസ് ചെയ്യാണ്. സ്പോർട്സിബിളി നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ഈ എക്സ്ട്രാക്ഷൻ സ്പേസിലേക്ക് നമ്മൾ ആ ആൻറ്റീരിയർ സെഗ്മെൻറ്റിന് മൊത്തത്തിലാണ് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇത് മൊത്തം ഒരു യൂണിറ്റ് ആണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പ്രീമോളാർ എക്സ്ട്രാക്റ്റ് ആണ് സാധാരണഗതിയിൽ ചെയ്യാറ്. ഫസ്റ്റ് പ്രീമോളാർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള പല്ലില്ലേ, ആൻറ്റീരിയറിലുള്ള പല്ലുകളിനെ മൊത്തം നമ്മൾ ഒരു പ്രഷർ കൊടുത്തിട്ട് തള്ളിയിട്ട് ആ ഫസ്റ്റ് പ്രീമോളാർ എക്സ്ട്രാക്ഷൻ സ്പേസിലേക്കാണ് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പല്ല് ബാക്കിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പൊന്തി നിൽക്കുന്ന ഫോർവേഡ്ലി പ്രൊസിഷൻ്റെ അല്ലെങ്കിൽ പ്രൊക്ലൈൻഡ് ആയിട്ടുള്ള ടീത്ത് ബാക്കിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എൻറ്റയർ ടീത്തിനെ നോക്കുമ്പോൾ ഓരോ പല്ലിൻ്റെയും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അല്ല അവിടെ വരിക. കാരണം എന്താ, കനൈൻ ടു കനൈൻ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ലാറ്ററൽ ഇൻസൈസറിൻ്റെയും കനൈൻ്റെയും മുകൾ ഭാഗത്തായിട്ടാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരിക, ആ ഒരു സൈഡിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ലാറ്ററലിയും സെൻട്രലിൻ്റെ ഇടയിലായിരിക്കും, സെക്കൻഡ് ക്വാഡ്രൻ്റ് ലാറ്ററലിയും സെൻട്രലിൻ്റെയും ഇടയിലായിരിക്കും, ലാറ്ററലിൻ്റെയും കനൈൻ്റെ ഇടയിലായിരിക്കും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ലാറ്ററലിൻ്റെയും കനൈൻ്റെയും ഇടയിലായിരിക്കും വരിക. അപ്പോൾ ആ ഒരു യൂണിറ്റിന് അവിടെയാണ് വരിക. ഇനി എൻറ്റയർ ഡെൻ്റൽ ആർച്ചിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ മാസ് ആയിട്ട് റിട്രാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ ദി 2 പ്രീമോളാർസ്. അതേപോലെ എൻറ്റയർ ജോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സംവെയർ ഇൻ ദി മാക്സിലെ കുറച്ച് മോൾ ഭാഗത്ത് സൈഗോമാറ്റിക് ആർച്ചിൻ്റെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് വരിക. അതാണ് നമ്മൾ ഓർത്തോപീഡിക് അപ്ലയൻസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഓരോ ഒബ്ജക്റ്റിനും വേറെ വേറെ സ്ഥലങ്ങളിലാണ്. നമ്മുടെ വായ്ക്കകത്തും ഒട്ടും വ്യത്യാസമില്ല, ഓരോ പല്ലിനും അത് ഓരോരോ സ്ഥലത്താണുള്ളത്. മൊത്തം ഒരു യൂണിറ്റ് ആക്കുന്ന സമയത്ത് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അങ്ങോട്ട് കൊണ്ട് മാറും. മൊത്തം നമ്മളൊരു ജോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അതിനനുസരിച്ച് അങ്ങോട്ട് കൊണ്ട് മാറും കേട്ടോ. അപ്പോൾ knowing the location of the center of resistance is thus very important in planning appropriate mechanotherapy. Factors which can change the position of the center of resistance are the root length and the alveolar bone height. അപ്പോൾ ആൽവിയലർ ബോൺ ഹൈറ്റിനും റൂട്ടിൻ്റെ ലെങ്ത്തിനും റൂട്ടിൻ്റെ ഷേപ്പ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് മാറും, സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയും മാറാൻ തുടങ്ങും. So longer the root, the center of resistance will be placed more apically. നീളം കൂടുന്തോറും താഴത്തേക്ക് പോകും. മോർഫോളജിക്കലി നമ്പർ ഓഫ് റൂട്ട് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്. നേരത്തെ പറഞ്ഞു നമ്മൾ മൾട്ടി റൂട്ടഡ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫർക്കഷന് നടക്കുമ്പോഴാണ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരിക എന്നുള്ളത്. ഇഫ് ഈ ആൽവിയലർ ക്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദി സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി മോർ കൊറോണലി. അപ്പോൾ ആൽവിയലർ ബോണിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് മുകളിലേക്ക് പോകും. ആൽവിയലർ ബോൺ ഹൈറ്റ് കുറവാണോ അതിനനുസരിച്ചിട്ട് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് താഴത്തേക്കും വരും. ഈ ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സിംഗിൾ റൂട്ടഡ് ടൂത്ത് ആണ് ആ ഒരു ഫസ്റ്റ് പിക്ചറിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിംഗിൾ റൂട്ടഡ് ടൂത്തിന് ഒരു എന്താ പറയുക ആൽവിയലർ ക്രസ്റ്റിനകത്ത് നിന്ന് 1/3 കിടക്കുന്നത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഫർക്കഷൻ ഏരിയനേക്കാളും 2 mm താഴെയാണ് വരിക. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ടോട്ടൽ റൂട്ടും ഉണ്ട്, നല്ല ഹൈറ്റിലുള്ള ആൽവിയലർ ബോണും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. സോ വൺസ് ദി ആൽവിയലർ ബോൺ താഴത്തേക്ക് പോകും തോറും എന്തായി, സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസും താഴത്തേക്ക് പോകും. റൂട്ട് റിസോപ്ഷൻ വരും തോറും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് മുകളിലോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു പിക്ചറിനകത്ത്. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഓക്കെ, അടുത്തത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ആദ്യം ഈ മൊമെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം.
എന്നാലേ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ആസ് ദി ഓർത്തോണോട്ടിക് ഫോഴ്സസ് ആർ ഡെലിവേർഡ് ത്രൂ ദി ടൂത്ത് ക്രൗൺ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ടൂത്ത് ലീനിയർ മൂവ്മെൻറ്റ് ആൻഡ് സം റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. ശരിയല്ലേ? കാരണം നമ്മൾ ഈ ഒരു ആൽവലർ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ എല്ലിൻ്റെ ഒക്കെ ഉള്ളിലുള്ളത്. ഒരു കാരണവശാലും നമുക്ക് ആ ഒരു പോയിന്റിൽ കൂടെ എന്ത് കൊടുക്കാൻ പറ്റില്ല? ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല. ശരിയല്ലേ? നമുക്ക് ഒരിക്കലും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് കൂടെ, ടൂത്തിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് കൂടെ നമുക്ക് ഫോഴ്സ് കൊടുക്കാനേ പറ്റില്ല. കാരണം എന്താ? ആൽവലർ ബോണിൻ്റെ അകത്ത് റൂട്ടിൻ്റെ നടുക്കും ഭാഗത്തായിട്ടാണ് നമ്മുടെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. ഒരിക്കലും നമുക്ക് അവിടെ കൂടെ കൊണ്ടുപോയിട്ട് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട് പല്ലിനെ വലിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? ക്രൗണിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്രൗണിൽ കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നത്? സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിനേക്കാളും ദൂരത്താണ് നമ്മളുടെ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫോഴ്സ് വരുന്നത്. സോ ദർ വിൽ ബി സം ലീനിയർ ആൻഡ് സം റൊട്ടേഷണൽ മൂവ്മെൻറ്റ്. കുറച്ച് ലീനിയർ ആയിട്ടുള്ളതും കുറച്ച് റൊട്ടേഷണൽ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റും ആണ് അവിടെ വരിക. സോ ദീസ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ദി മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. ഈ ഒരു റൊട്ടേഷണൽ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെൻറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ദി ടെൻഡൻസി ഫോർ എ ഫോഴ്സ് ടു പ്രൊഡ്യൂസ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു അൽമാരനെ നമ്മൾ വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ്? അൽമാരനെ പുഷ് ചെയ്യാൻ പോവാണ്. പുഷ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു അൽമാരൻ്റെ ആ ഒരു പോയിന്റിലാണ് വരിക, അല്ലേ? സംവെയർ ഇൻ ദ മിഡിലാണ് വരിക. പക്ഷെ നമ്മൾ അറ്റാച്ച് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിനേക്കാളും ഒരുപാട് മുകളിലാണ്. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് ഈ ഒരു ലൈൻ കാണുന്നില്ലേ? ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം എന്ത് വരിക? ഇതിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരിക ആക്ച്വലി. പക്ഷെ നമ്മുടെ പോയിന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണ്. നമ്മൾ അൽമാരേൻ്റെ മുകൾ ഭാഗത്താണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? അൽമാര ഇതുപോലെ ചെരിയാനേ ടെൻഡൻസി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെരിയുന്ന ഈ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു ഒന്നുകൂടെ വായിച്ചു നോക്കാം. സോ ദീസ് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ദി മൊമെൻറ്റ് ടു ഫോഴ്സ്. And that is the moment of force is the tendency for a force to produce rotation. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിനും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ കൂടെ അല്ല നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിനേക്കാളും ഒരുപാട് ദൂരത്തിലാണോ ഫോഴ്സ് കൊടുക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റ് ഒരു കാരണവശാലും യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യില്ല. എന്തുണ്ടാവുള്ളൂ? ഒരു റൊട്ടേഷണൽ ടെൻഡൻസി, റൊട്ടേറ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിയാനുള്ള ആ ഒരു ടെൻഡൻസി, ഇതിനാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഇസ് മെഷേർഡ് ആസ് ഗ്രാം പെർ മില്ലിമീറ്റർ സ്ക്വയർ. മില്ലിമീറ്റേഴ്സ് സ്ക്വയർ ഇല്ല, മില്ലിമീറ്റേഴ്സ്, ഗ്രാം മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് പല്ലുള്ളത്. ഇവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു 50 ഗ്രാം ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ മൊമെൻറ്റ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ എന്തിൻ്റെ ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. എഫും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസും തമ്മിലുള്ളത്. ലെറ്റ്സ് സേ ഇറ്റ് ഈസ് 100 മില്ലിമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത് 5000 ഗ്രാം മില്ലിമീറ്റേഴ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസും ഫോഴ്സും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു എത്രത്തോളം ഫോഴ്സാണ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ അത്. അപ്പോൾ ആ ഒരു കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. സോ ഇറ്റ് ഈസ് എ പോയിന്റ് അബൌട്ട് വിച്ച് എ ബോഡി അപ്പിയർ ടു ഹാവ് റൊട്ടേറ്റഡ് ആസ് ഡിറ്റർമൈൻഡ് ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇപ്പോൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം കണ്ടിട്ടില്ല ഞാൻ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതിനകത്ത് നേരെ താഴെ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് സ്പിന്നാണ്. നമ്മളിങ്ങനെ അറ്റത്ത് ഇങ്ങനെ നൂലൊക്കെ ചിറ്റിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുന്നത്. അപ്പുറത്തുള്ള സാധനം നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുണ്ടാവും ചെറുപ്പത്തിൽ എന്ന് വിചാരിക്കുന്നത്. ഈ കാണുന്ന സാധനം ആ ഒരു പച്ച കളർ ഓല കാണാനില്ലേ? അപ്പോൾ ഓലയൊക്കെ ചിറ്റിയിട്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളതാണ്. ഓലയൊക്കെ ചിറ്റി എൻ്റെ നടക്കുമ്പോൾ അതൊരു ഇറുക്കിളി കടിച്ചിട്ട് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ അത് കടന്ന് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് ആ കറങ്ങുന്നതിനെ തന്നെയാണ് ഞാൻ ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കാൻ പോകുന്നത്. ഇത് പച്ച കളറിലുള്ള ഓലയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്തുള്ള ആ റെഡ് കളർ സർക്കിൾ ഇല്ലേ, അതാണ് നമ്മളുടെ കറക്റ്റ് ആ ഒരു സെൻറ്ററിലുള്ള ഹോൾ എന്ന് പറയുന്നത്. ഇതേ ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഹോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റെഡ് കളറിലുള്ള ആ ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എല്ലാം സാങ്കല്പികം മാത്രം. അപ്പോൾ നമ്മളൊരു ഈർക്കിളി ഇടുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലാണ് ഇടുന്നത് എങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ് യൂണിഫോംലി. പകരം നമ്മൾ ഇവിടെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഈവൻ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്, ഡു യു തിങ്ക് ഇറ്റ് വിൽ റൊട്ടേറ്റ് യൂണിഫോംലി? കറക്റ്റായിട്ട് കടന്ന് വട്ടം തിരിയില്ല. വട്ടം തിരിയുന്നതിന് ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവും, അല്ലേ? വട്ടം തിരിയുന്നതിന് ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവും. സോ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ് ആൻഡ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി അറ്റ് എനി പൊസിഷൻ ഓഫ് ദി ടൂത്ത്. സോ കറക്റ്റായിട്ട് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിന്റ്
about which a body appears to have rotated as determined from its initial and final position. കറക്റ്റായിട്ട് ഒരു ഒബ്ജക്റ്റ് കടന്ന് വട്ടം തിരിയുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ ഒരു പൊസിഷൻ അത് കറക്റ്റായിട്ട് ഇനീഷ്യലും ഫൈനൽ പൊസിഷനിലും സെയിം സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്, ആ പോയിന്റ് ആയിരിക്കും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഇപ്പം ഞാൻ ഇവിടെ പിടിച്ചു, ഇതിനിങ്ങനെ കറക്കുന്ന സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റ് ഇത് പോയിന്റ് എയും ഇത് പോയിന്റ് ബിയും ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് എയും ബിയും ഒരേ സ്ഥാനത്തല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് പോയിന്റ് ബി ഇവിടെ, പോയിന്റ് എ ഇവിടെ, ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ബി ഇവിടെ, പോയിന്റ് എ ഇവിടെ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ പോയിന്റ് എ ഇവിടെ, പോയിന്റ് ബി ഇവിടെ. പക്ഷേ ഇതിനകത്ത് ഒരു പോയിന്റ് മാത്രം യാതൊരു വിധ സ്ഥാനചലനം ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അതെവിടെയാണ്? ഞാൻ ഈ പിടിച്ചിട്ടുള്ള ഈ ഫിംഗേഴ്സിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ. സോ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? ഏത് പോയിന്റ് ആണോ നിന്നോട് തന്നെ നിൽക്കുന്നത്, ആ ഒരു പോയിന്റിനാണ് നമ്മൾ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so it is a variable point and change according to the type of tooth movement. It can be at any position or of the tooth. Okay, it can be any position on or off the tooth. പല്ലിൻ്റെ മുകളിലോ ആവാം, പല്ലിൻ്റെ ദൂരത്ത് എവിടെയെങ്കിലും ആവാം ഈ ഒരു സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ in case of a controlled crown tipping, the center of rotations will be at the root apex, while in case of a perfect translation it will be at infinity. ആ പറഞ്ഞ എന്താണെന്നുള്ളത് നമ്മുടെ വരും സ്ലൈഡ്സിനകത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് കം ഇൻ ടു ടൈപ്സ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്. നമുക്ക് പല ടൈപ്പിലുള്ള ടൂത്ത് മൂവ്മെൻറ്റുകളുണ്ട്. സോ ദി പ്രൈം മോട്ടീവ് ഓഫ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഈസ് ടു മൂവ് ടീത്ത് ഇൻ ടു എ മോർ ഫേവറബിൾ ആൻഡ് കറക്റ്റഡ് പൊസിഷൻ. So in the process of achieving the goal, the teeth undergo a variety of tooth movement in all the three planes, that is the sagittal, vertical and transverse plane. പല്ലിനെ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തള്ളിക്കൊണ്ട് വെക്കുക എന്നുള്ളത് പറയുമ്പോൾ പല്ലിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലും ഉണ്ടാവാം, ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഉണ്ടാവാം, അതേപോലെ ട്രാൻസ്വേഴ്സ് പ്ലെയിനിലും ഉണ്ടാവാം. 3 പ്ലെയിനകത്ത് എങ്ങോട്ട് വേണമെങ്കിലും പല്ല് മൂവ് ചെയ്യാം അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഉദാഹരണമല്ല, ഈ കാണുന്ന ഫുൾ അതിൻ്റെ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂത്ത് മൂവ്മെൻ്റ് ആണ്. വൺ ഈസ് ടിപ്പിംഗ്, other one is bodily movement, അഥവാ translation. We have intrusion, we have extrusion, we have torquing and we have uprighting. ഒരു സാധനം കൂടെ ഉണ്ട്, റൊട്ടേഷൻ. അതിനകത്ത് ഞാൻ എഴുതാൻ മറന്നിട്ടുള്ളതാണ് കേട്ടോ. റൊട്ടേഷനും ഉണ്ട്, ടിപ്പിംഗ് ഉണ്ട്, ബോഡി മൂവ്മെന്റ് ഉണ്ട്, ഇൻട്രൂഷൻ ഉണ്ട്, എക്സ്ട്രൂഷൻ ഉണ്ട്, ടോർക്കിംഗ് ഉണ്ട്, അപ്രൈറ്റിംഗ് ഉണ്ട്, പ്യുവർ റൊട്ടേഷനും ഉണ്ട്. We have pure rotation also. I forgot to add that in here. So next one is tipping. First one is tipping. So tipping is a simple type of tooth movement where a single force is applied to the crown, which results in the movement of the crown in the direction of the force and the root in the opposite direction. നമുക്ക് 2 ടൈപ്പ് ഓഫ് ടിപ്പിംഗ് ഉണ്ട്. കൺട്രോൾ ടിപ്പിംഗ് ഉണ്ട്, അൺകൺട്രോൾ ടിപ്പിംഗ് ഉണ്ട്. അപ്പോൾ ടിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കി വെക്കാം. അപ്പോൾ ഒരു പല്ലുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് ഒരു പല്ലുണ്ട്, പല്ലിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ബ്ലൂ കളർ ഡോട്ടാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. പല്ല് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് പോവുക. അതായത് റൂട്ടിൻ്റെ ആ ടിപ്പ് അവിടെ തന്നെ ആയിരിക്കും, പക്ഷേ ക്രൗൺ അങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? റൂട്ട് റിമെയിൻസ് ദ സെയിം വൈൽ ദി ക്രൗൺ മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ്. സോ ദിസ് കൈൻഡ് ഓഫ് ചുമ്മാ ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ടിപ്പിങ്ങിനകത്ത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കൺട്രോൾ ടിപ്പിംഗ് ഉണ്ട്, അൺകൺട്രോൾ ടിപ്പിംഗ് ഉണ്ട്. കൺട്രോൾ ടിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ റൂട്ടിൻ്റെ എൻഡ് റിമെയിൻസ് ഇൻ ദ സെയിം പൊസിഷൻ വൈൽ ക്രൗൺ മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഇതുപോലെ മുകളിലേക്ക് പോകാൻ തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ടിപ്പ് റിമെയിൻസ് ദ സെയിം അല്ലേ. ഇതിൻ്റെ ഇപ്പുറത്തെ എൻഡ് എന്ന് പറയുന്നത് റിമെയിൻസ് ദ സെയിം. ആ ഒരു കറക്റ്റ് പൊസിഷനിൽ, ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അൺകൺട്രോൾ ടിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പൊസിഷൻ മൂവ്സ് അപ്വേർഡ്. യു ക്യാൻ സീ ദിസ് പൊസിഷൻ ഈസ് മൂവിങ് ഡൗൺവേർഡ്. ഇത് താഴത്തേക്കും ഇത് മുകളിലേക്കും. മനസ്സിലായില്ലേ? So here it is moving all the way upward. Here you can see this is moving upward and this is moving downward. അതിനെയാണ് നമ്മൾ അൺകൺട്രോൾ ടിപ്പിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് crown moves in the direction of the force and root moves in the opposite the direction of the force.
ഓക്കെ, അപ്പോൾ ക്രൗൺ മുകളിലേക്കും റൂട്ട് അടിയിലേക്കോ അല്ലെങ്കിൽ ക്രൗൺ അടിയിലേക്കും റൂട്ട് മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ഇസ് കോൾഡ് ആസ് അൺകൺട്രോൾ ടിപ്പിംഗ്. കൺട്രോൾ ടിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one position root remains the same while only crown moves. ഇതാണ് ടിപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഓക്കെ, കൺട്രോൾ ടിപ്പിംഗ് ഓഫ് എ ടൂത്ത് occurs when a tooth tips about the center of rotation at its apex. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അപെക്സിൽ തന്നെയാണ്. അപെക്സ് ഒന്നും എങ്ങോട്ട് മൂവ് ചെയ്യില്ല, അവിടെ തന്നെ നിൽക്കണുള്ളൂ. സോ ഹിയർ ദർ ഈസ് ലിംഗ്വൽ മൂവ്മെന്റ് ഓഫ് ദി ക്രൗൺ വിത്ത് മിനിമൽ മൂവ്മെന്റ് ഓഫ് ദി റൂട്ട് ഇൻ ദി ലേബിയൽ ഡയറക്ഷൻ. ലേബിലി റൂട്ട് അധികം മൂവ് ചെയ്യില്ല, ലിംഗ്വലി മാത്രം ടൂത്ത് മൂവ് ചെയ്യുക അല്ലെങ്കിൽ മീസിലിയോ ഡിസ്റ്റലി മാത്രം മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോൾ ടിപ്പിംഗ് എന്ന് പറയുന്നത്. അൺകൺട്രോൾ ടിപ്പിംഗ് ഓഫ് എ ടൂത്ത് ഡിസ്ക്രൈബ്സ് ദി മൂവ്മെന്റ് ഓഫ് എ ടൂത്ത് ദാറ്റ് ഒക്കേഴ്സ് അബൌട്ട് ദി സെന്റർ ഓഫ് റൊട്ടേഷൻ അപ്പൈക്കൽ ആൻഡ് ടു വെരി ക്ലോസ് ടു ദി സെന്റർ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അൺകൺട്രോൾ ടിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് ദാറ്റ് ഒക്കേഴ്സ് അബൌട്ട് ദി സെന്റർ ഓഫ് റൊട്ടേഷൻ അപ്പൈക്കൽ ആൻഡ് വെരി ക്ലോസ് ടു ദി സെന്റർ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ സെന്റർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് സെന്റർ ഓഫ് റെസിസ്റ്റൻസിന്റെ അടുത്തായിരിക്കും. ടൂത്തിന്റെ എന്ത് അവിടെ ആയിരിക്കില്ല? റൂട്ടിന്റെ അപെക്സിൽ ടിപ്പിലായിരിക്കില്ല, കുറച്ച് സെന്റർ ഓഫ് റെസിസ്റ്റൻസിന്റെ അടുത്തായിരിക്കും ആരുണ്ടാവുക? നമ്മുടെ സെന്റർ ഓഫ് റൊട്ടേഷൻ ഉണ്ടാവുക. സെന്റർ ഓഫ് റൊട്ടേഷൻ അവിടെ വന്നത് കാരണം കൊണ്ടാണ് എന്ത്? ടിപ്പ്, റൂട്ടിന്റെ ടിപ്പ് അടിയിലേക്കും ക്രൗൺ മുകളിലേക്കും പോകുന്നത്. സോ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രൗൺ മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ വൈൽ ദി റൂട്ട് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതുപോലെ ഈ പിക്ചറിനകത്ത് കാണുന്ന പോലെ. അപ്പോൾ ഈ ഒരു ക്രൗൺ എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, പക്ഷേ റൂട്ടിൻ്റെ ടിപ്പ് റിമെയിൻസ് ദി സെയിം. എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് അവിടെ തന്നെ റിമെയിൻസ് ദി സെയിം വൈൽ റൂട്ട് ഈസ് മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ഓഫ് ദി ക്രൗൺ. അപ്പോൾ ഇങ്ങനത്തെയാണ് എന്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകൺട്രോൾഡ് ടിപ്പിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദി ബോഡ്ലി മൂവ്മെന്റ്. So if the line of action of applied force passes through the center of resistance of a tooth, all the point of the tooth move equal distance in the same direction, significantly bodily displacement or translation. അതായത് ഇങ്ങനെ യാതൊരുവിധ ചെരിവോ ഒന്നുമില്ലാണ്ട് നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഇങ്ങനെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബോഡ്ലി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ടിപ്പിംഗ് എന്തായിരുന്നു? ഇങ്ങനെ ചെയ്യുന്നത്. റൈറ്റ്, ടിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നോടത്ത് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ബോഡ്ലി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പോകുന്നതിനെയാണ്. ടിപ്പിങ്ങിനകത്ത് നമ്മളുടെ സെന്റർ ഓഫ് റൊട്ടേഷൻ എവിടെയായിരുന്നു? കൺട്രോൾ ടിപ്പിംഗ് ആണെങ്കിൽ റൂട്ട് അപെക്സിലായിരിക്കും. അൺകൺട്രോൾ ടിപ്പിംഗ് ആണെങ്കിൽ കുറച്ച് മോൾ ഭാഗത്ത് ആയിരിക്കും, സെന്റർ ഓഫ് റെസിസ്റ്റൻസിന്റെ അടുത്തായിരിക്കും. പക്ഷേ ബോഡ്ലി മൂവ്മെന്റിനകത്ത് എവിടെയാണെന്ന് ദൈവം തമ്പുരാന് പോലും അറിയില്ല. സോ സെന്റർ ഓഫ് റൊട്ടേഷൻ ഈസ് അറ്റ് ഇൻഫിനിറ്റി. റൈറ്റ്, അതുകൊണ്ട് അതിൻ്റെ സെന്റർ ഓഫ് റൊട്ടേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ വേണമെങ്കിലും ആവാം. ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. Right? So next one is intrusion and extrusion. So intrusion is the bodily displacement of the tooth along its long axis. ആ ഒരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒക്ലൂസൽ പ്ലെയിനിൽ നിന്ന് മുകളിലോട്ട് പോവുക അല്ലേ? ഒക്ലൂസൽ പ്ലെയിനിൽ നിന്ന് അപെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻട്രൂഷൻ ആവും. ഒക്ലൂസൽ പ്ലെയിനിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ എക്സ്ട്രൂഷൻ ആവും. ഫോർ മാക്സില. ഫോർ മാൻഡിബിൾ ഒക്ലൂസൽ പ്ലെയിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രൂഷൻ ആവും. ഒക്ലൂസൽ പ്ലെയിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻട്രൂഷൻ ആവും. നമുക്ക് ഇൻട്രൂഷൻ എക്സ്ട്രൂഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? മാക്സിലേനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രൂഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പല്ല് താഴത്തേക്ക് ഇറങ്ങി വരിക. ഒക്ലൂസൽ പ്ലെയിനിനെ ക്രോസ് ചെയ്ത് വന്നാൽ അത് എക്സ്ട്രൂഷൻ ആവും. ഒക്ലൂസൽ പ്ലെയിനിനേക്കാളും ടച്ച് ചെയ്യാണ്ട് മുകളിലേക്ക് കയറി പോവുക അല്ലെങ്കിൽ താഴത്തേക്ക് ഒക്ലൂസൽ പ്ലെയിനിൽ ടച്ച് ചെയ്യാണ്ട് അതിനേക്കാൾ എവേ പോയി കഴിഞ്ഞാൽ അത് ഇൻട്രൂഷനും ആവും. ഓക്കെ, അപ്പോൾ ഇൻട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ടുവേർഡ്സ് ആൽവുലാർ ബോൺ പോകുന്നതിനെയാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൂഷൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എവിടെയായിരിക്കും? ഇൻട്രൂഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് പല്ലിൻ്റെ മുകളിലായിരിക്കില്ല, പല്ലിനേക്കാളും കുറച്ച് ദൂരെ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഓൺ ഓർ ഓഫ് ദി ടൂത്ത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ ഓൺ ദ ടൂത്ത് കണ്ടു. നമ്മൾ എന്തെങ്കിലും കണ്ടത്? സെൻറ്റർ ഓഫ് റൊട്ടേഷൻ നമ്മൾ എവിടെയാണ് ഓൺ ദ ടൂത്തിൽ കണ്ടത്? ടിപ്പിങ്ങിൽ കണ്ടു. എവിടെയാന്ന് പോലും അറിയാത്തതാണ് ബോഡ്ലി മൂവ്മെൻറ്റിനകത്തുള്ളത്. ഓഫ് ദ ടൂത്ത് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെൻ യു ആർ ഡൂയിങ് എൻ ഇൻട്രൂഷൻ അത് ഒരു ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് വരിക. അപ്പോൾ ഇതാണ് പല്ല് എന്നുണ്ടെങ്കിൽ ഇതാണ് പല്ല്, ഇവിടെയാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വരിക. അപ്പോൾ ഉണ്ടല്ലേ പല്ല് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്, അത്രയും വിചാരിച്ചാൽ മതി. സോ ദ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഈസ് സംവെയർ ഔട്ട്സൈഡ് ദ ടൂത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ലൈൻ അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സോ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി ഡെന്റിഷൻ. സെയിം ഗോസ് ഫോർ എക്സ്ട്രൂഷൻ ഓൾസോ. സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വിൽ ബി പ്ലേസ്ഡ് സംവെയർ ഔട്ട്സൈഡ്, എവിടെയോ. ഓക്കെ, പക്ഷേ അവിടെ ഉണ്ട്. ഇൻഫിനിറ്റി എവിടെയാണെന്ന പോലെ അറിയാത്തത് ബോഡ്ലി മൂവ്മെൻറ്റിന് മാത്രം കേട്ടോ.
അടുത്തത് അപ്രൈറ്റിംഗ് ആണ്, അഥവാ ടോർക്കിംഗ് ആണ്. സോറി അടുത്തത് ടോർക്കിംഗ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി എന്നാണ് അതിൻ്റെ അടിയിൽ കാണുന്നത്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് റിവേഴ്സ് ടിപ്പിംഗ് ക്യാരക്ടറൈസ്ഡ് ബൈ ലിംഗ്വൽ മൂവ്മെന്റ് ഓഫ് ദി റൂട്ട്. ഒന്നുകൂടെ വായിക്കാം. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് റിവേഴ്സ് ടിപ്പിംഗ് characterized by lingual movement of the root. Lingual or labial movement of the rootനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്കിംഗ് എന്ന് പറയുന്നത്. ലിംഗ്വൽ ഓർ ലേബിയൽ മൂവ്മെന്റ് ഓഫ് ദ റൂട്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, മീസിയോ ഡിസ്റ്റൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. ലിംഗ്വലിയോ അല്ലെങ്കിൽ ലേബിയലിയോ, പാലറ്റലിയോ അല്ലെങ്കിൽ ലേബിയലിയോ അല്ലെങ്കിൽ ബക്കലിയോ അങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ട് ടോർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ either the root moves buccally or labially or palatally or lingually. ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനത്തെ മൂവ്മെന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്കിംഗ് എന്ന് പറയുന്നത്. സോ either the root moves buccally, labially or palatally or lingually. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്കിംഗ് എന്ന് പറയുന്നത്. അപ്രൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന സാധനത്തിന് ഇങ്ങനെ നിവർത്തി നിർത്തുക, അതിനാണ് നമ്മൾ അപ്രൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ റൂട്ട് വിൽ ബി മൂവിങ് മീസിയലി ആൻഡ് ഡിസ്റ്റലി. നേരത്തെ നമ്മൾ ലേബിയലി ലിംഗ്വലിയാണ് പറഞ്ഞത്. അപ്രൈറ്റിങ്ങിനകത്ത് മീസിയലി ആൻഡ് ഡിസ്റ്റലി ആയിരിക്കും റൂട്ട് മൂവ് ചെയ്യുക. സോ ഡ്യൂറിംഗ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ദി ക്രൗൺ ഓഫ് ദി certain teeth will be tipped in a mesial-distal direction with the roots tipped in the opposite direction with the roots tipped in the opposite direction. രണ്ട് പ്രാവശ്യം വന്നല്ലേ, ഒരു പ്രാവശ്യം മതി കേട്ടോ. സോ ഡ്യൂറിംഗ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് the crown of the certain teeth will be tipped mesiodistal direction with roots tipped in the opposite direction. Okay, അപ്പോൾ tipping these roots back to get parallel orientation is termed as uprighting. അപ്പോൾ അപ്രൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മൂവ് ചെയ്യുക മീസിയോഡിസ്റ്റലി ആയിരിക്കും, ക്രൗൺ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അപ്രൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന സാധനത്തിന് ഇങ്ങനെ നിവർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രൈറ്റിംഗ് എന്ന് പറയുന്നത്. Okay, so there is the center of rotation. ആ കാണുന്നതാണ് center of rotation. So the basic classification of tooth movement, although these are commonly encountered movements in the oral cavity, in more scientific approach the tooth movement can be classified basically into three. Even though നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറേ സെൻറ്റർ ഓഫ് റൊട്ടേഷനും സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസും അതേപോലെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിനൊക്കെ പാടെ കൂടിയിട്ട് നമുക്ക് ജനറൽ ആയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ we have pure translation, pure rotation and generalized rotation. Okay, pure translation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ട് ഒരു പല്ല് എൻറ്റയർലി മൂവ് ചെയ്യുന്നതിനാണ് പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു പല്ല് എൻറ്റയർലി മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എൻറ്റയർലി മൂവ് ചെയ്യുന്നത് 3 സാഹചര്യത്തിലാണുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷൻ അഥവാ ബോഡി മൂവ്മെന്റ്, ഇൻട്രൂഷൻ ആൻഡ് എക്സ്ട്രൂഷൻ. അപ്പോൾ ഈ 3 എണ്ണത്തിന് നമ്മൾ എന്ത് പറയും? പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബോഡി പ്രൊഡ്യൂസസ് എ കപ്പിൾ characterized by the center coinciding within the center of resistance, that is the moment of point of tooth along the area of the circle. അപ്പോൾ ഒക്ലൂസൽ സർഫസിൽ നിന്ന് നമ്മളൊരു മോളാറിനെ നോക്കാം, എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോളാർ നിൽക്കുന്നിടത്ത് ഇങ്ങനെ കറങ്ങുകയാണ്. മോളാറിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് റൊട്ടേഷൻ നിൽക്കുന്നുണ്ടാവുക. മോളാറിൻ്റെ കറക്റ്റ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ്, ഇതാണ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസിൽ തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അതായത് കറക്റ്റ് സെൻറ്റർ പോയിന്റ് അവിടെ തന്നെ നിന്നോടത്ത് ഇങ്ങനെ കറങ്ങുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ആനിമേഷൻ ചെയ്തിട്ടില്ല, ഞാൻ മറന്നുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിക്കുക. കറക്റ്റ് മോളാർ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നു, മോളാർ എന്നുള്ളത് ഏത് പല്ലും ആവാം കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഓഫ് റെസിസ്റ്റൻസ് നമ്മളിങ്ങനെ ഒക്ലൂസൽ സർഫസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഒക്ലൂസൽ സർഫസ് ആണ്, ഈ ഒക്ലൂസൽ സർഫസ് എന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൽ നിന്നിട്ട് മോളാർ ഇങ്ങനെ അതിനെ ചുറ്റും കടന്ന് വട്ടം തിരിയുക. ആ ഒരു വട്ടം തിരിയാണ് നമ്മൾ പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. നിൽക്കുന്നോട് നടന്നിട്ട് ഇങ്ങനെ വട്ടം തിരിയുക, അതിനാണ് പ്യുവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും ഇല്ല, നിൽക്കുന്നോട് കിടന്നിട്ട് പ്യുവർ ആയിട്ട് തിരിയാം. ഓക്കെ, കപ്പിൾ ഫോഴ്സ്, പ്യുവർ കപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ പ്യുവർ റൊട്ടേഷൻ ഉണ്ടാവും. അത് so pure rotation can be divided into transverse rotation and long axis rotation. Transverse rotation എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിന്നോടത്ത് ഇങ്ങനെ തിരിയുക. ലോങ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ കിടന്നോട്ട് തിരിയുക. സോ those tooth displaced during which long axis orientation changes അഥവാ ടിപ്പിംഗ് ആൻഡ് ടോർക്കിങ്ങിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് റൊട്ടേഷൻസ് പറയുന്നത്. സോ ഹിയർ ദി ആംഗുലേഷൻ ഓഫ് ദി ഈസ് നോട്ട് ഓൾട്ടേഡ്. ലോങ് ആക്സിസിലുള്ളത് ഇങ്ങനെ നിൽക്കുന്ന ലോങ് ആക്സിസിൽ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നതിനാണ്
ലോങ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോകുന്നതിനെയാണ് ട്രാൻസ്വേഴ്സ് റൊട്ടേഷൻ എന്നും പറയുന്നത് കേട്ടോ. ഇനി ജനറലൈസ്ഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മൂവ്മെന്റ് ദാറ്റ് ഈസ് നോട്ട് പ്യുവർ ട്രാൻസ്ലേഷൻ ഓർ റൊട്ടേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് both translation and rotation can be termed as a generalized rotation. Can be seen in rotate. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. കാരണം നിൽക്കുന്നത് ഇങ്ങനെ അപ്പറാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒരേ സമയത്ത് ഇങ്ങനെയും പോവും ഇങ്ങനെയും മൂവ് ചെയ്യും. മനസ്സിലാവുണ്ടോ? ഇത് ജനറലൈസ്ഡ് റൊട്ടേഷനാണ്. അതായത് ഇത് കുറച്ച് റെട്രോക്ലൈൻ ആവുകയും ചെയ്യും, കുറച്ച് ബോഡ്ലി മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് എന്താവും? ഇറ്റ് ഈസ് ടേംഡ് ആസ് എ ജനറലൈസ്ഡ് റൊട്ടേഷൻ. സോ ദിസ് ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെന്റ് ഈസ് കോമൺലി സീൻ ഇൻ clinical practice. Now next one is the different types of forces. എനിക്കറിയാം ഇത് കുറച്ച് നീളമുണ്ട് എന്നുള്ളത്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ്, ലാസ്റ്റ് ഹെഡിങ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു മെക്കാനിക്സ് തീരും കേട്ടോ. സോ ആരും ടെൻഷൻ അടിക്കുകയും വേണ്ട, അല്ലെങ്കിൽ ബോർ അടിക്കുകയും വേണ്ട. ഈ ഒരെണ്ണത്തോട് കൂടിയിട്ട് ക്ലാസ് ഓവറാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്. സോ ഇഫ് എ മാലക്ലൂഷൻ ഈസ് എ ഡിസീസ് ഇൻ ഓർത്തോഡോണ്ടിക്സ്, ഫോഴ്സ് ഈസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് മെഡിസിൻ. ശരിയല്ലേ? നമ്മൾ മാലക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തോഡോണ്ടിക്സിനകത്തുള്ള ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിനുള്ള മരുന്നാണ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദി ഡ്യൂറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഫോഴ്സ് ഇസ് ഡിവൈഡഡ് ആസ് കണ്ടിന്യൂസ് ഫോഴ്സ്, ഇന്റർമീഡിയറ്റ് ഫോഴ്സ് ആൻഡ് ഇന്ററപ്റ്റഡ് ഫോഴ്സ്. കണ്ടിന്യൂസ് ഫോഴ്സ്, ഇന്ററപ്റ്റഡ് ഫോഴ്സ്, ഇന്റർമീഡിയറ്റ് ഫോഴ്സ്. മറക്കരുത്, കണ്ടിന്യൂസ് ഉണ്ട്, ഇന്ററപ്റ്റഡ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്. ഓക്കെ, വി ഹാവ് എ കണ്ടിന്യൂസ് ഫോഴ്സ്, we have interrupted force and we have intermittent force. എപ്പോഴും ഓർത്ത് വയ്ക്കുക, കണ്ടിന്യൂസ് ഉണ്ട്, ഇന്ററപ്റ്റഡ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കും. അതായത് പേഷ്യൻ്റ് ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്നു, നമ്മളൊരു എലാസ്റ്റിക് വലിച്ചുകൊണ്ടിട്ട് അടുത്ത മാസം പേഷ്യൻ്റ് വരുന്ന സമയത്തും എന്തുണ്ടാവും? ഈ എലാസ്റ്റിക്കിന് ആ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ആ എലാസ്റ്റിക് എടുത്ത് മാറ്റി അടുത്ത എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നു. എഗെയിൻ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. കാരണം ഫോഴ്സ് ഡീക്കേ ആയിട്ട് സീറോയിലേക്ക് എത്താൻ നമ്മൾ സമ്മതിക്കുന്നില്ല. നമ്മൾ ത്രൂ ഔട്ട് അതിനെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ദാറ്റ് ഡിക്രീസസ് ലിറ്റിൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബിറ്റ്വീൻ ദി അപ്പോയിൻമെൻറ്റ് പീരീഡ്സ്. എക്സാമ്പിൾ ലൈറ്റ് ആർച്ച് വയർ അപ്ലയൻസസ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് അപ്ലയൻസില്ല, അതിനാണ് നമ്മൾ ലൈറ്റ് ആർച്ച് വയർ അപ്ലയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ഫിക്സ്ഡ് അപ്ലയൻസ്. So for the application to deliver continuous force, the appliance component should be highly flexible and activation must be done to a relatively low force levels. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, നിക്കൽ ടൈറ്റാനിയം വയറാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ തോതിൽ നിക്കൽ ടൈറ്റാനിയം വയറത്തിനൊക്കെ നമുക്ക് എന്താ പറയുക, ഷേപ്പ് മെമ്മറിയും സൂപ്പർ എലാസ്റ്റിസിറ്റി ഒക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ബ്രാക്കറ്റിനകത്തേക്ക് എൻഗേജ് ചെയ്ത് ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു പല്ല് കറക്റ്റ് സ്ഥാനത്തേക്ക് വരുന്നവരെ. അപ്പോൾ ഫോഴ്സ് ഡീകേ ഇല്ല എന്ന് പറയുന്നില്ല. ഒരു 100 ഗ്രാം ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് ഒരു 50 വരെയൊക്കെ എത്തുന്നുണ്ടാവും. പക്ഷേ 50 ഗ്രാം ഫോഴ്സ് എന്നാലും ഉണ്ടാവും. നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്ത് അതിനെ 100ലേക്ക് എത്തിയും. അത് വീണ്ടും വന്ന് 50 വരെ എത്തുന്നുള്ളൂ. ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു സീറോ. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദേ ഷുഡ് ഹെൻസ് നോട്ട് ഒക്ലൂഡ് more than a small percentage of the blood vessels within the periodontal limb and not substantially interfere with their nutrition supply. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ത്, കണ്ടിന്യൂസ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഹെവി ഫോഴ്സ് ആവരുത്. ഹെവി ഫോഴ്സ് ആയി കഴിഞ്ഞാൽ അവിടെ അണ്ടർമൈൻഡ് റിസോപ്ഷൻ ആയിരിക്കും. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള അണ്ടർമൈൻഡ് റിസോപ്ഷൻ ആയിരിക്കും നടക്കുക. കാരണം എന്താ, ന്യൂട്രിയൻ സപ്ലൈ വരില്ല. ആ ഒരു ഭാഗത്തുള്ള ഡാമേജ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാവില്ല. ഒരു സാധനങ്ങൾ അവിടെ വരാൻ പോകുന്നില്ല. പിന്നെ അണ്ടർമൈൻഡ് റിസോപ്ഷൻ അല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. അത് കാരണം കൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും ഹെവി ഫോഴ്സ് കൊടുക്കരുത് കണ്ടിന്യൂസ് ആയിട്ട്. സോ മോർ ഓവർ ദി കണ്ടിന്യൂസ് ഫോഴ്സ് സൈക്കിൾ ഇൻക്ലൂഡ്സ് not to rest period and little interferences with the normal biological function within the soft tissues can be tolerated. ചെറിയ ബയോളജിക്കൽ റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കും. അതായത് ഒരു വിത്തിൻ ദ ലിമിറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടോളറൻസ് കപ്പാസിറ്റി ഉണ്ടാവും. അടുത്തതാണ് ഇന്ററപ്റ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിട്ടിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇന്ററപ്റ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിട്ടിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിക്ലൈൻസ് ടു സീറോ ബിറ്റ്വീൻ ആക്ടിവേഷൻസ്. അപ്പോൾ ഒരു പ്രാവശ്യം ആക്ടിവേറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം പേഷ്യൻ്റ് നമ്മളടുത്ത് വരുന്നതിന് മുമ്പേ തന്നെ ആ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആ ഫോഴ്സ് മൊത്തം സീറോ ആയിട്ടുണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ നമ്മളടുത്തേക്ക് 1-ാം തീയതി വരുന്നു, നമ്മൾ ഫോഴ്സ് കൊടുക്കണു. ഫോഴ്സ് നേരെ ഉച്ചസ്ഥായിലെത്തി, 100 ഗ്രാമിലെത്തി. ഇനി പേഷ്യൻ്റ് നമ്മളടുത്തേക്ക് എന്നാ വരിക? അടുത്ത 1-ാം തീയതിയാണ് വരിക അല്ലേ? അപ്പോൾ പേഷ്യൻ്റ് അടുത്ത 1-ാം തീയതി ആകുമ്പോഴേക്കും എന്താണ്, ആ ഫോഴ്സ് പതുക്കെ കുറഞ്ഞ് ഒരു 20-22 ദിവസം ആകുമ്പോഴേക്കും ഫോഴ്സ് ലെവൽ 0ലേക്ക് എത്തിയിട്ടുണ്ടാവും.
അല്ലേ? പിന്നെ ഒരു 8 ദിവസത്തിന് എന്തില്ല, ഫോഴ്സ് ഇല്ല. പിന്നെ പേഷ്യൻ്റ് നമ്മളടുത്ത് വന്ന് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് വീണ്ടും മുകളിലേക്ക് പോവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫോഴ്സ് എന്തായി, ഒരു 8-10 ദിവസത്തിന് 0-ലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ വിട്ടിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്ററപ്റ്റഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ ഒന്നുകൂടെ പറയാം. നമ്മൾ 1-ാം തീയതി അങ്ങനെ കൊടുത്തു, ഫോഴ്സ് ആക്ടിവേറ്റ് ചെയ്തു, പേഷ്യൻ്റ് പറഞ്ഞയച്ചു, പേഷ്യൻ്റ് വീട്ടിൽ പോയി, പേഷ്യൻ്റ് തിരിച്ച് വരുന്നത് വരെ ഫോഴ്സ് ഉണ്ടാവും. വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഒരു 10, 20, 25 ദിവസം വരെയൊക്കെ ഇത് ഗ്രാജുവലി ഫോഴ്സ് ഡിക്രീസ് ചെയ്ത് 25-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്യാണ്, ആക്ടിവേറ്റ് ചെയ്യാണ്. സോ ദർ ഈസ് എ ഡിക്ലിനേഷൻ ഓഫ് ഫോഴ്സ് ലെവൽ ടു 0. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, 100 ഗ്രാം ഫോഴ്സിലെത്തി, ഒരു 20 ദിവസം ആകുമ്പോഴേക്കും 100 നേരെ 0-ലേക്ക് എത്തും. ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ പേഷ്യൻ്റ് വായിക്കാത്ത ഫോഴ്സ് ഉണ്ടാവില്ല. പേഷ്യൻ്റ് വീണ്ടും നമ്മളടുത്ത് വന്ന് നമ്മൾ വീണ്ടും അപ്ലയൻസ് ആക്ടിവേറ്റ് ചെയ്തു. അടുത്ത ഒരു 10-20 ദിവസം ആകുമ്പോഴേക്കും അത് 0-ലേക്ക് എത്തി. ഒരു 10 ദിവസത്തോളം വായിൽ ഫോഴ്സ് ഇല്ല. എഗെയിൻ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ആക്ടിവേറ്റ് ചെയ്യുന്നു, വീണ്ടും 100 ഗ്രാം ഫോഴ്സിലേക്ക് പോകുന്നു, നേരെ താഴത്തേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്, 0-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇൻ്ററപ്റ്റഡ് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ഇൻ്റർമിറ്റൻറ്റ് ഫോഴ്സ്, ഇടയ്ക്കുള്ള ഫോഴ്സ്, അതിനാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക്. മറ്റേത് ഇടയ്ക്കൊന്ന് വിട്ടിട്ടുള്ള ഫോഴ്സ്, ഇത് ഇടയ്ക്കുള്ള ഫോഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ patient force abruptly falls to 0 intermittently when orthodontic appliance is removed by the patient, or perhaps fixed appliance is temporarily deactivated and original level sometimes later when activated. Okay, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് ഗിയർ, നമ്മളൊരു ഓർത്തോപീഡിക് അപ്ലയൻസ് ആയിട്ടുള്ള ഹെഡ് ഗിയർ ആണ്, റിമൂവബിൾ അപ്ലയൻസസ് ഒക്കെ ഉദ്ദേശിച്ചു. അപ്പോൾ ഹെഡ് ഗിയർ എന്ന് പറഞ്ഞത് പേഷ്യൻ്റ് രാത്രി കിടക്കുമ്പോൾ വയ്ക്കും, തലയിൽ കൂടെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് അതൊക്കെ വയ്ക്കും. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒറ്റയടിക്കിട്ടും എന്നും പറഞ്ഞിട്ട് ഇതൊരു 500 ഗ്രാം ഫോഴ്സിലേക്ക് എത്തും. രാവിലെ പേഷ്യൻ്റ് ഈ സാധനം ഊരി വെച്ചു, 0-ലേക്ക് വന്നു. അടുത്ത ദിവസം രാത്രി വീണ്ടും ഇട്ടു, വീണ്ടും ഹയറായി, വീണ്ടും കുറഞ്ഞ്, വീണ്ടും ഹയറായി, വീണ്ടും കുറഞ്ഞ്, വീണ്ടും ഹയറായി. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഡേ 1 പേഷ്യൻ്റ് കീപ്സ് ഇറ്റ് ഗോസ് ഓൾ ദ വേ അപ് ടു 500. അടുത്ത ദിവസം രാവിലെ പേഷ്യൻ്റ് അത് ഊരി വെച്ചു, 0-ലേക്ക് വന്നു. അടുത്ത ദിവസം വീണ്ടും അത് എടുത്തിട്ടു, അപ്പോൾ 500 ഉള്ളത് ഒരു 450-ലേക്ക് എത്തിയിട്ടുണ്ടാവും, പക്ഷെ 0-ൽ ഒരിക്കലും എത്തില്ല. വൈകുന്നേരം ആകുമ്പോൾ അടുത്ത ദിവസം കാലത്തെ പേഷ്യൻ്റ് അത് ഊരി വെച്ചു, 0-ലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇറ്റ് കംസ് ടു 425. നെക്സ്റ്റ് ഡേ മോർണിംഗ് പേഷ്യൻ്റ് അത് ഊരി വെച്ചു. അന്നത്തെ ദിവസം വൈകുന്നേരം പേഷ്യൻ്റ് അത് വീണ്ടും ഇട്ടു, ഊരി വെച്ചു, 0-ലേക്ക് വന്നു, വീണ്ടും ഇട്ടു, വീണ്ടും അത് ഊരി വെച്ചു, വീണ്ടും ഇട്ടു, വീണ്ടും അത് ഊരി വെച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്ന ഈ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമിറ്റൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഫിഗേഴ്സാണ് കറക്റ്റ്. അതായത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു ഫിഗർ ആണോ, ദയവ് ചെയ്തിട്ട് അത് എക്സാമിന് എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. തൊട്ടപ്പുറത്ത് കാണുന്നില്ലേ, അങ്ങനത്തെ ഇവിടെ കാണാനില്ലേ, ഈ സൈഡിൽ കാണാനില്ലേ, ആ ഒരു ഫിഗർ വേണം വരച്ച് വയ്ക്കാൻ. നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിനകത്തോ പുതിയ എഡീഷനകത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരെ താഴെ കാണുന്ന ഇതുപോലത്തെ പിക്ചറാണോ, ദയവ് ചെയ്തിട്ട് അത് വരച്ച് വെക്കരുത്, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടില്ല. മറ്റേ പിക്ചർ, അപ്പുറത്ത് കാണുന്ന പിക്ചർ വരച്ച് വെക്കണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ മെക്കാനിക്സ് തീരെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ആ ഒരു ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റിനകത്തും അതേപോലെ ആ ഒരു മെക്കാനിക്കൽ ആസ്പെക്ട്, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മളുടെ ഒരു നോർമൽ ലെവലിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മാലക്ട്യൂഷൻ എന്ന് പറയുന്ന ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മരുന്ന് തന്നെയാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോഡോണ്ടിക്സിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ കുറിച്ച് അറിയാത്തോടത്തോളം കാലം നമ്മൾ എങ്ങനെ ഫോഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല, അല്ലേ? അത് കാര്യമില്ല എന്നുള്ളതല്ല, നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇടത്തോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടത്തേക്കും വലത്തേക്കും കൂടെ ഒരുപാട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇടത്തേക്കും പോവില്ല, വലത്തേക്കും പോവില്ല, അല്ലേ? നമ്മൾ ഇടത്തോട്ട് പോകണം വലത്തോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ലല്ലോ, ഇടത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കണു, പക്ഷെ നമ്മൾ അറിയാണ്ട് വലത്തേക്ക് ഒരു ഫോഴ്സ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഈ സാധനം ഇടത്തേക്ക് അല്ല പോവുക, വലത്തേക്ക് അല്ല പോവുക, ഇതിൻ്റെ നടുവിൽ കൂടെ ആയിരിക്കും പോവുക, ഫോഴ്സ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൽ കൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര തോതിൽ ഫോഴ്സ് കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ഫോഴ്സ് കൊടുക്കണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫോഴ്സ് എങ്ങനെയാണ് വരിക, ഇൻ്ററപ്റ്റഡ് ഫോഴ്സ് എപ്പോഴാണ് വരിക, ചില സിറ്റുവേഷൻസിനകത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓർത്തോഡോണ്ടിക്സിനകത്ത് വരിക. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ
ഓർത്തോണോട്ടിക്സ്, പ്രത്യേകിച്ചും ഈ ഒരു ബയോ മെക്കാനിക്കൽ ആസ്പെക്റ്റ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ വകയുള്ള എല്ലാവിധ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കമൻറ്റ് മീ. പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കും, ഞാൻ അതിനകത്ത് ക്ലാരിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോയിൻ്റ് ഔട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിനകത്ത് ഞാൻ അതും ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഇതുപോലെ ക്ലാസ്സസ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഷെയർ ചെയ്യാൻ മറക്കണ്ട. വേറെ കോളേജസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദിസ് ക്ലാസ് ഈസ് ഫോർ എവ്രി വൺ. ആർക്കൊക്കെയാണോ മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ അവരെ മൊത്തം എയിം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാസ് വയ്ക്കുന്നതും. ഈ ഒരു ക്ലാസ്സിന് ഇത്രയധികം ആനിമേഷൻസും ഇങ്ങനെ ടൂത്ത് മൂവ്മെൻറ്റ്സും ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ നമുക്ക് മെനക്കെടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ stay tuned until next time, and I'll be coming back with another topic next class, probably next Tuesday. Yeah, stay tuned. Bye bye.